US ഗവൺമെന്റ് ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുമായിട്ട് ബന്ധപ്പെട്ട ഫയൽസ് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. മാത്രമല്ല അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബരാക് ഒബാമ ഈയിടെ പറയുകയുണ്ടായി, ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് റിയൽ ആണ്. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? 2026 ഫെബ്രുവരി അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള പെന്റഗണോട് കൃത്യമായിട്ടൊരു ഓർഡർ കൊടുക്കുന്നുണ്ട്. അതായത് UAP റിപ്പോർട്ട്, സിമ്പിളായിട്ട് പറഞ്ഞാൽ പറക്കുംതളികളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് റിവ്യൂ ചെയ്ത് എത്രയും വേഗം റിലീസ് ചെയ്യണമെന്ന് പെന്റഗണോട് പറയുന്നുണ്ട്. ഇതിന് തൊട്ട് മുൻപാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബരാക് ഒബാമ ഒരു പോഡ്കാസ്റ്റിൽ, ഒരു ഇന്റർവ്യൂവിൽ ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് ശരിക്കുള്ളതാണ്, അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നു എന്നും പറയുന്നു. പക്ഷേ ഈ ഒരു പോഡ്കാസ്റ്റിന് ശേഷം പല ആൾക്കാരും ഈ ഒരു ബരാക് ഒബാമയുടെ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് വന്നു. അപ്പോൾ അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഒബാമ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ ഒരു പ്രപഞ്ചത്തിൽ ഏലിയൻസ് ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് അദ്ദേഹം തിരുത്തു വരുത്തുന്നുണ്ട്. അമേരിക്കയും ഏലിയൻസുമായിട്ടുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1969 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജിമ്മി കാർട്ടർ ഒരു ലയൺസ് ക്ലബ് മീറ്റിംഗിനായിട്ട് ജോർജിയയിൽ നിൽക്കുന്ന സമയത്ത് ആകാശത്ത് സ്വയം പ്രകാശിക്കുന്ന ഒരു വസ്തു കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. അതൊരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് അദ്ദേഹം 1973 ഒരു ഇന്റർനാഷണൽ UFO ബ്യൂറോയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു സംഭവം നടന്നതെന്ന് വെച്ചാൽ 1985 അന്നത്തെ US പ്രസിഡന്റ് ആയിട്ടുള്ള റൊണാൾഡ് റീഗൻ അന്നത്തെ USSR സോവിയറ്റ് യൂണിയന്റെ നേതാവായിട്ടുള്ള മിഖായൽ ഗോർബച്ചേവുമായിട്ട് ചേർന്ന് ഭാവിയിൽ ഒരു ഏലിയൻ ഇൻവേഷൻ, ഒരു അന്യഗ്രഹ ജീവികളുടെ അറ്റാക്ക് ഉണ്ടായാൽ എങ്ങനെ നമ്മൾ തടയണം, എങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എന്നതിനെ പറ്റിയുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കി എന്നും പറയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ പ്രോജക്ട് സൈൻ, പ്രോജക്ട് ഗ്രഡ്ജ്, പ്രോജക്ട് ബ്ലൂ ബുക്ക് എന്നിങ്ങനെ പലതരത്തിലുള്ള സീക്രട്ട് പ്രോജക്റ്റുകൾ പറക്കുംതളികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയിട്ടുണ്ട്. ആക്ച്വലി എപ്സ്റ്റീൻ ഫയൽസിൽ നിന്നുള്ള ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനാണ് ഈ ഒരു സമയത്ത് ഏലിയൻ ഫയൽസ് പുറത്തുവിട്ടതെന്നാണ് പല ആൾക്കാരും പറയുന്നത്.